നമസ്തേ, ധന്യാണ്. സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. അപ്പൊ പാരന്റ്സിന്റെ ടെൻഷനുകളിൽ ഒന്നാണ് കുട്ടികൾക്ക് എന്ത് കഴിക്കാൻ കൊടുക്കും, എന്ത് സ്കൂളിലേക്ക് കൊടുത്തു വിടും. അങ്ങനെ പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ആണ് അടുത്ത കുറച്ച് ദിവസങ്ങളായി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നും അതുപോലത്തെ ഒരു റെസിപ്പിയാണ് പൊട്ടറ്റോ പീസ് പുലാവ്. നമുക്ക് നോക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. കൈമ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 300 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി അരി വേണമെങ്കിലും എടുക്കാം. വേവുന്ന പാകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗ്രീൻ പീസ് 100 ഗ്രാംസ്. ഞാൻ ഫ്രോസൺ പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ കിട്ടുന്ന ഉണങ്ങിയ പട്ടാണി എടുക്കാം. അത് തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ മുന്നെയോ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് യൂസ് ചെയ്യാം. വല്യുള്ളി പൊടിയായി അരിഞ്ഞത് ഒരു 3/4 കപ്പ്. ഇനി നമുക്ക് വേണ്ടത് പുതിനയിലയും മല്ലിയിലയുമാണ്. രണ്ടും ഏകദേശം 1/3 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം, പക്ഷേ ചിലപ്പോൾ കുട്ടികൾക്ക് അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടും ഒരു കുത്തുന്ന ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ചിട്ട് എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് 1 ടീസ്പൂൺ വേണം. വെളുത്തുള്ളിയുടെ ഹാഫ് ക്വാണ്ടിറ്റിയാണ് ഇഞ്ചി എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒരു 5 ടീസ്പൂൺ വേണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് എടുക്കാം, അല്ലെങ്കിൽ നെയ്യും വെജിറ്റബിൾ ഓയിലും കമ്പൈൻ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് ബോയിൽ ചെയ്തത് ചെറിയ കഷ്ണങ്ങളാക്കി ഡൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 150 to 200 ഗ്രാംസ് വേണം. ആദ്യം നമുക്ക് അരി പ്രത്യേകം തന്നെ വേവിച്ചെടുക്കാം. അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഈ രീതിയിൽ അരി വേവിക്കുമ്പോൾ ഉപ്പ് വെള്ളം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറച്ചൊന്ന് ഏറി നിൽക്കണം. എന്നാലേ അരിയിൽ പാകത്തിന് ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇതും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിലേക്ക് ഞാൻ പിന്നീട് ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അരി കഴുകിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അരി പാകമാവുന്നതിനിടയ്ക്ക് നമുക്കതിൽ വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുതിനയില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വലിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഒരുമിച്ച് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചുള്ളൂ, എന്നാൽ അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട. ഞാനൊരു 25 ml വെള്ളം ചേർത്തിട്ടാണ് അരച്ചത് കേട്ടോ. നമ്മുടെ റൈസ് ഏകദേശം 1/4 വേവായിട്ടുണ്ട്. ഇത് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഏതോ ചൂട് കട്ടിയുള്ളതോ ഒരു നോൺ സ്റ്റിക്കോ ഏത് വേണമെങ്കിലും വെക്കാം. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് ഡൈസ് ചെയ്ത് വെച്ച പൊട്ടറ്റോ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിൻ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് ആണ്, ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പാൻ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാനിൻ്റെ തീ കുറയ്ക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാടൊന്ന് ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. ഒന്ന് അതിൻ്റെ ഒരു പച്ചമണവും രുചിയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി.
ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. റെസിപ്പി കാർഡിലുണ്ടാവും കേട്ടോ, മേലെ ഇതേ വീഡിയോൻ്റെ മേലെ കാർഡിലുണ്ടാവും. ഒരു 10 സെക്കൻഡ്സ് സോട്ടേ ചെയ്യാം. ഇനി നമുക്ക് ഫ്രോസൺ പീസ് കൂടെ ആഡ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓൾറെഡി റൈസിൽ ഉപ്പുണ്ട് കേട്ടോ, ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ബൗളിലുള്ള മസാല ബാക്കി വേസ്റ്റ് ചെയ്യരുത്. അതിലേക്ക് ഒരു 30 ml വെള്ളം കൂടി ചേർത്തിട്ട് പാനിലേക്ക് ഒഴിക്കും. ഈ ഫ്രോസൺ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായി തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പിക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യോ, അല്ലെങ്കിൽ അത് പാകമാകുമ്പോൾ പറിച്ചിട്ട് പകുതി വേവിച്ച് ഫ്രീസ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കുക്കാവും. ഒരു 5 to 10 മിനിറ്റ്സ് മതി. ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഗ്രീൻ പീസ് പാകമാവുന്നവരെ കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും മസാലയും കൂടെ കുക്കായിക്കോളും. ഇപ്പം ഇതാ ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ട്. ഇപ്പം അടുക്കളയിൽ മുഴുവൻ നല്ല മണമാണ് കേട്ടോ. പീസും കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊട്ടറ്റോസിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ, എല്ലാം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് 75% കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ പേടി വേണ്ട, ഇതിൽ അരി ഉടഞ്ഞു പോവില്ല, ചോറ് ഉടഞ്ഞു പോവില്ല. കാരണം നമ്മൾ ഒരു 1/4 ഭാഗമേ വേവിച്ചിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ അത് മുഴുവനായിട്ട് പീസും എല്ലാം ഒന്ന് റൈസും ഒന്നുകൂടെ നന്നായിട്ട് പാകത്തിന് കുക്കാവും. ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവും. 1 മിനിറ്റോളം ചെറിയ തീയിൽ വെക്കുക. പിന്നെ തീ ഓഫ് ആക്കിയിട്ട് ഒരു 4 മിനിറ്റ് കൂടി വെക്കുക. അങ്ങനെ ടോട്ടൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതിൽ എരിവിന് വേണ്ടി എക്സ്ട്രാ മുളകൊന്നും ചേർത്തിട്ടില്ല. നോർമലി കുട്ടികൾക്ക് എരിവ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഒന്നുകിൽ ആ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാം, അല്ലെങ്കിൽ മസാല വഴറ്റുന്ന സമയത്ത് ഒരു 2 സ്ലിറ്റ് ചെയ്തിട്ട് 2 പച്ചമുളക് ചേർക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.